തളിയമ്പലം എന്നറിയപ്പെടുന്ന കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. സാമൂതിരിപ്പാടിൻ്റെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഇത് ഏറെ പുരാതനമാണ്. ശിവക്ഷേത്രം കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്രവും ഇവിടെയുണ്ട്. പരശുരാമൻ ഇവിടെ ശിവനെ ആരാധിച്ചിരുന്നു എന്നാണ് വിശ്വാസം. പരശുരാമൻ സ്ഥാപിച്ച 4 തളിക്ഷേത്രങ്ങളിൽ ഒന്നാമതുള്ള ഇവിടുത്തെ ഗണപതിയെ നാറാണത്തുഭ്രാന്തൻ പ്രതിഷ്ഠിച്ചതാണെന്നും വിശ്വാസമുണ്ട്. 2 കൊടിമരമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. തളി ശിവക്ഷേത്രം ചരിത്ര പ്രാധാന്യമുള്ളതാണ്. നിരവധി ദേവതകളും മനോഹരമായി പണിതിരിക്കുന്നതുമായ ഒരു നിധിഭവനമാണിത്. 2 നിലകളുള്ള ശ്രീകോവിലാണിത്. ഇത് രഥരൂപത്തിലാണ്. കൂടാതെ മ്യൂറൽ പെയിന്റിങ്ങുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രം എല്ലാ വശങ്ങളിലും വലിയ മതിലുകളാൽ സംരക്ഷിച്ചിരിക്കുന്നു. കൂടാതെ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ മികച്ച കരിങ്കൽ ശില്പങ്ങളുമുണ്ട്. ഈ ശില്പങ്ങൾ ശിവനെ കാണിക്കുന്നു. കൂടാതെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇവ പുരാണങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കഥകൾ ചിത്രീകരിക്കുന്നു. കൂടാതെ ശ്രീകോവിലിൽ ഒരു ജ്യോതിർലിംഗവുമുണ്ട്. 12 ജ്യോതിർലിംഗങ്ങളിൽ 5 എണ്ണവും മഹാരാഷ്ട്രയിലെ പൂനെയിലും പരിസരങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഉമാമഹേശ്വരൻ, താലി ഗണപതി, തേവാരത്തിൽ ഗണപതി, തിരുമന്താംകുന്ന് ഭഗവതി എന്നിവരും അകത്തെ ചുമരുകളിലുണ്ട്. പുറം ഭിത്തികളിൽ അയ്യപ്പൻ, തേവാരത്തിൽ ഭഗവതി, നാഗപ്രതിഷ്ഠകളുണ്ട്. സമുച്ചയത്തിനുള്ളിൽ ഒരു പ്രത്യേക വിഷ്ണു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന് സ്വന്തമായി ധ്വജസ്തംഭവുമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വളയനാട് ഭഗവതിയുടെ വിഗ്രഹവുമുണ്ട്. കൂടാതെ മറ്റൊരു ചെറിയ ക്ഷേത്രവുമുണ്ട്. നരസിംഹമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ. വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്താണ് ഈ ക്ഷേത്രം. വടക്കു ഭാഗത്ത് എരഞ്ഞിപ്പുരമുണ്ട്. എല്ലാ വശങ്ങളിൽ നിന്നും വിളക്കുകൾ കൊണ്ട് മനോഹരമാണ് ഈ ക്ഷേത്രം. പ്രധാന ക്ഷേത്രത്തിന് 4 പ്രധാന ഭാഗങ്ങളുണ്ട്. ധ്വജസ്തംഭം എന്നത് കൊടിമരങ്ങളെ സൂചിപ്പിക്കുന്നു. ഇവ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധമാണെന്നും ആളുകൾ വിശ്വസിക്കുന്നു. ആനകൾക്ക് വേണ്ടി പണിത ആനക്കോട്ടിൽ സങ്കീർണമായ കൊത്തുപണികളാൽ കണ്ണുകൾക്ക് വിരുന്നാണ്. അതേസമയം ദീപസ്തംഭം മനോഹരമായ ലൈറ്റിംഗ് തൂണുകളാണ്. സമുച്ചയത്തിനുള്ളിലെ വിവിധ ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രം, നാലമ്പലം, കൃഷ്ണക്ഷേത്രം എന്നിവയാണ്. പഴക്കം കൊണ്ടും പ്രൗഢി കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും നിത്യനിദാനങ്ങളിൽ അന്യൂനമായ ചിട്ടകൾ കൊണ്ടും പ്രസിദ്ധമാണ് കോഴിക്കോട്ടെ പുണ്യപുരാതനമായ തളി മഹാക്ഷേത്രം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലിങ്ക് റോഡ്, കണ്ടംകുളം റോഡ് വഴി 1 കിലോമീറ്റർ കിഴക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മെഫ്യൂസൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ചിന്താവളപ്പ് ജംഗ്ഷൻ വഴി 1 കിലോമീറ്റർ തെക്കോട്ട് വന്നാലും തളി മഹാക്ഷേത്രത്തിലെത്താം. ഭക്തർ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ചു വേണം എത്താൻ. ജീൻസും പാശ്ചാത്യ വസ്ത്രവും ധരിച്ചവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ക്ഷേത്ര കൗണ്ടറിൽ നിന്ന് പരമ്പരാഗത വസ്ത്രമായ മുണ്ട് വാടകയ്ക്കെടുക്കാം. കൂടാതെ പുരുഷന്മാർക്ക് ഷർട്ടുമായി ക്ഷേത്രത്തിനുള്ളിൽ വരാൻ കഴിയില്ല. അവർക്ക് ഷർട്ടിന് പകരം വേഷ്ടി അണിയാൻ കഴിയും. ക്ഷേത്രത്തിൽ 2 കുളമുണ്ട്. ഒന്ന് പുറത്ത് വടക്കുഭാഗത്താണ്, മറ്റൊന്ന് അകത്ത്. ഇത് ബ്രിട്ടീഷ് സർക്കാർ കുഴിച്ചെടുത്ത കുളമാണ്. അയിത്ത വിവാദത്തെ തുടർന്നാണ് ഈ കുളം കുഴിച്ചെടുത്തത്. ഒരുപാട് അപൂർവതകളുള്ള കോഴിക്കോട്ടെ ഈ തളി മഹാക്ഷേത്രം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്.